കൂട്ടുകാരെ, ഞാൻ സതീഷ് കുമാർ. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇത് എൻ്റെ ഒരു കുടുംബത്തുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തില്, ആഞ്ഞിലിക്കാട്ട് കുടുംബത്തിലെ കുടുംബക്ഷേത്രത്തിലെ ഒരു തുള്ളൽ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ ഭദ്രകാളി കുടുംബക്ഷേത്രം ആണ് ഇത്. ചേർത്തല അന്ധകാരനഴി ബീച്ചിനടുത്ത് പടിഞ്ഞാറേ മനക്കോടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ആഞ്ഞിലിക്കാട്ട് കുടുംബവകയാണ് ഈ ക്ഷേത്രം. ഇവിടെ എല്ലാ വർഷവും 3 ദിവസങ്ങളിലായിട്ടാണ് ഈ തുള്ളൽ നടക്കുന്നത്. അത് 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ തുള്ളല് 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗന്ധർവൻ കളവും സർപ്പക്കളവും, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ആദ്യം ഭസ്മക്കളമാണ് ആദ്യത്തെ ദിവസം ഉണ്ടായിരിക്കുക. നാഗത്തറയുടെ മുന്നിലായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്, ഈ തുള്ളൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മരക്ഷസ്, പിന്നെ കണ്ടാകണ്ഠ സ്വാമി, ഗുരുനാഥൻ, യക്ഷി, ഗന്ധർവൻ, നാഗദൈവങ്ങൾ എന്നിങ്ങനെ ഉള്ള മൂർത്തികളുടെ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അപ്പൊ ആ അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് പനിനീര് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങി നമുക്ക് നമ്മുടെ ദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് അവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അപ്പൊ അത് നമുക്ക് എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയുകയും അത് നമ്മൾക്ക് തിരുത്താനുള്ള ഒരു അവസരവും ഒക്കെയാണ് ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിന് വിശദീകരിച്ചൊരു വീഡിയോ എൻ്റെ ഒരു സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരാണെങ്കിൽ ഓരോ ഭാഗങ്ങളും പ്രത്യേകം അവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് ടൈം കിട്ടി. എനിക്കാണെങ്കിൽ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ അതിനെ ക്രോസ് ചെയ്ത് എനിക്ക് കയറി ഓരോ ഭാഗവും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് മാത്രവുമല്ല, ഞങ്ങൾ ഇച്ചിരി തിരക്കിലുമായിരുന്നു. ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോരേണ്ടിയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.